ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്ന് ഹൈക്കോടതി. സല്യൂട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ എങ്ങനെ ചോദ്യം ചെയ്യുമെന്ന് ഹൈക്കോടതി. ADGPക്കെതിരായ കേസ് ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത് സുതാര്യ നടപടിയല്ല എന്നും കോടതി കാണുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ MR അജിത് കുമാറിന്റെ കേസിൽ പലതവണയായി കോടതിയിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ അജിത് കുമാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ കോടതി പറയുന്നത്? MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ADGP MR അജിത് കുമാറിന് നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയ നടപടി മജിസ്ട്രേറ്റ് കോടതി, അതായത് തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെ നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിലാണ് ഹൈക്കോടതി വിജിലൻസിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത്. സല്യൂട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ എങ്ങനെ ചോദ്യം ചെയ്യുമെന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അതായത് ADGP എന്ന നിലയിൽ ഉന്നത ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. അങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ ഒരു DYSP കേസ് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം സല്യൂട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥനാണ് ADGP. അങ്ങനെയുള്ള സല്യൂട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? ADGP ആയ MR അജിത് കുമാറിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുകയെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. വിജിലൻസ് അന്വേഷണം പ്രഹസനമാണ് എന്ന് കൂടി ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയും ചെയ്തു. ഒപ്പം ADGPക്കെതിരായ കേസ് ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത് സുതാര്യമായ നടപടിയല്ല എന്നാണ് ഹൈക്കോടതി മറ്റൊരു ഘട്ടത്തിൽ നിരീക്ഷിച്ചത്. അന്വേഷണം നടത്തിയത് വിജിലൻസ് DYSP ആണ് എന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചു. SP-യുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിയതെന്നുമാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള വിമർശനങ്ങൾ വിജിലൻസിന് നേരെ ഉന്നയിക്കുന്നത്. പരാതിക്കാരന് നേരെയും ഹൈക്കോടതിയുടെ രൂക്ഷമായ ഭാഷയിലുള്ള പരിഹാസം ഉണ്ടായി. അതിങ്ങനെയാണ്: നിങ്ങളുടെ വാദം ക്രിമിനൽ സംവിധാനത്തിന് തന്നെ മുതൽക്കൂട്ടാണ് എന്ന ഒരു പരിഹാസമാണ് ഹൈക്കോടതി അല്പസമയം മുമ്പ് ഇതിൽ ഉന്നയിച്ച MR അജിത് കുമാറിന്റെ ഹർജിയിന്മേൽ ഉന്നയിച്ചത്. ഇതിന്മേൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A ബദ്രുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇപ്പോഴും വാദം കേൾക്കുകയാണ്. ഒരുപക്ഷെ ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി അല്പസമയത്തിനകം തന്നെ തീരുമാനമെടുക്കും. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.